സിനിമയുടെ ചരിത്രത്തിൽ ഒരു സൂപ്പർ താരം ഇത്തരത്തിൽ ഈ ഒരു ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട് അതിന്റെ കൊട്ടേഷനുമായി ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കേണ്ടി വന്ന 85 ദിവസം ജയിലിൽ കിടക്കുക എന്നുള്ളത് അപൂർവങ്ങളിൽ അപൂർവമാണ്. നമുക്കറിയാം, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിചാരണ പൂർത്തിയാക്കി വിധി പറയുന്നത്. ഹണി എം വർഗീസ് ശ്രീമതി ഹണി എം വർഗീസ് ഇപ്പോൾ എത്തിക്കഴിഞ്ഞു എന്നാണ് മനസ്സിലാക്കേണ്ടത്. കോടതിയിലേക്ക് എത്തുന്ന ദൃശ്യങ്ങൾ കൂടിയാണ് പ്രേക്ഷകർ കാണുന്നത്. അത്തരത്തിൽ ഏറെ സങ്കീർണമായ ഒരുപാട് നിയമക്രമങ്ങളുള്ള നിയമവഴികളുള്ള ഒരു കേസ് അതിൻ്റെ വിധി പ്രസ്താവത്തിനായി ജഡ്ജി കോടതിയിൽ എത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ്. ഭീഷണിപ്പെടുത്തൽ, ബലപ്രയോഗത്തിലൂടെയുള്ള അപകീർത്തികരമായ ദൃശ്യങ്ങൾ പകർത്തി തുടങ്ങിയ കുറ്റങ്ങൾക്ക് കേസുണ്ട്. നിയമത്തിൽ തന്നെ ഭാരതീയ ന്യായ സംഹിതയിൽ തന്നെ വളരെ നിർണായകമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ശിക്ഷിക്കപ്പെടുമോ ദിലീപ്, അതോ ദിലീപുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആശ്വാസമുണ്ടാകുമോ, ദിലീപിൻ്റെ ക്യാമ്പിന് ആശ്വാസമുണ്ടാകുമോ എന്ന കാര്യമൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണേണ്ടി വരും. കൂട്ടമാനഭംഗം, സ്ത്രീത്വത്തെ അവമാനിക്കൽ, അന്യായ തടങ്കൽ, ബലപ്രയോഗം, തെളിവ് നശിപ്പിക്കൽ, അശ്ലീല ചിത്രമെടുക്കൽ, പ്രചരിപ്പിക്കൽ, അങ്ങനെ ഏറെ സങ്കീർണമായ നിയമവഴികളുള്ള ഏറെ സങ്കീർണമായ നിയമപ്രക്രിയകളിലൂടെ കടന്നു വന്ന ഒരു കേസ് കൂടിയാണ് ഇത് എന്നാണ് മനസ്സിലാക്കുക. ഡാനി ഇപ്പോൾ അവിടെയുണ്ട്. ഡാനി, ഇപ്പോൾ കോടതി പരിസരം കുറച്ച് തിരക്കേറി വരുന്നു അല്ലേ? ഏതാണ്ട് 10 മണിയോടെ കാര്യങ്ങൾ അടുക്കുന്നു. ഇനി അധികം സമയമില്ല. 1 മണിക്കൂർ മാത്രം, 1 മണിക്കൂർ 10 മിനിറ്റ് മാത്രമാണ് നമ്മളൊക്കെ കേരളം കാത്തിരിക്കുന്ന വിധിന്യായം വരാനുള്ളത്. അഭിഭാഷകരും പ്രതികളൊക്കെ എത്തി തുടങ്ങി അങ്ങോട്ടേക്ക്. രഞ്ജിത്ത്, കോടതി പരിസരത്തേക്ക് വലിയ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളും എല്ലാം തന്നെ ഏർപ്പെടുത്തിയിരുന്നു. രാവിലെ തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ സ്വാഭാവികമായും വളരെ പ്രമാദമായ ഒരു കേസിൻ്റെ അതിൻ്റെ ഒരു വിധിന്യായത്തിലേക്ക് അടക്കം കടക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പതിവിൽ കൂടുതൽ എന്നല്ല, വളരെയധികം തന്നെ പോലീസിനെ വിന്യസിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഗതാഗത ക്രമീകരണം, കാരണം ഇതിനകത്തുകൂടി ഒരു പൊതു റോഡ് കൂടി കടന്നു പോകുന്നുണ്ട്. രഞ്ജിത്തിനറിയാം, അത് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ അവിടെ കുറച്ച് നിയന്ത്രണങ്ങൾ, നോ പാർക്കിംഗ് സമ്പ്രദായം അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഒപ്പം ഇതിനകത്തേക്കുള്ളൊരു പ്രവേശനം വളരെയധികം നിയന്ത്രിച്ചിട്ടുണ്ട്. ക്യാമറകൾക്ക് ഒരു കോടതി വളപ്പിനകത്തേക്ക്, അതായത് ഈ കോമ്പൗണ്ടിൻ്റെ അകത്തേക്ക് കയറാനുള്ള ഒരു അനുമതി നൽകിയിട്ടില്ല. സാധാരണഗതിയിൽ നമുക്ക് ഇതിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയയിലെല്ലാം തന്നെ സാധാരണ നിൽക്കാനായിട്ട് സാധിക്കുമായിരുന്നു. പല കോടതികളിലും ഈ ജുഡീഷ്യൽ CJM കോടതികളിലേക്കെല്ലാം തന്നെ വരുമ്പോൾ അതിനുള്ളൊരു സാവകാശമുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഇതിനകത്തേക്ക് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗേറ്റുകൾ അടച്ചിട്ടുണ്ട്. ഇതിൽ പ്രവേശനം ക്യാമറകൾക്ക് നിയന്ത്രിച്ചിട്ടുണ്ട്. അഭിഭാഷകർക്ക്, ഒപ്പം തന്നെ ഈ കേസുമായി വരുന്നവർക്ക്, അതായത് മറ്റ് കേസുകളെല്ലാം തന്നെ നടക്കുകയാണല്ലോ, അവർക്ക് മാത്രമാണ് ഇതിനകത്തേക്ക് പ്രവേശനം പറഞ്ഞിട്ടുള്ളത്. വലിയ രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നു. ഇപ്പോൾ പലരായിട്ട് തന്നെ ഇവിടേക്ക് എത്തുന്നുണ്ട്. വിവിധ കേസുകളിൽ കോടതി ജീവനക്കാരും അതോടൊപ്പം തന്നെ വിവിധ കേസുകളുമായി ബന്ധപ്പെട്ടവരെല്ലാവരും തന്നെ വരുന്നൊരു സമയത്തിലേക്ക് കടന്നിരിക്കുന്നു. 10 മണിയാവുന്നു. അതോടുകൂടി കോടതി പരിസരവും എല്ലാം തന്നെ സജീവമാകും. വൈകാതെ തന്നെ ഈ കേസിലെ പ്രതികളായവർ 10ഓളം പ്രതികൾ ഉണ്ട്. അപ്പോൾ അവരെ എല്ലാം തന്നെ വൈകാതെ തന്നെ ഇവിടേക്ക് എത്തിച്ചേരും. നേരത്തെ പറഞ്ഞതുപോലെ ദിലീപ് അടക്കം ഇവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മറ്റു പ്രതികളടക്കം ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. ഏതായാലും കടുത്ത നിയന്ത്രണങ്ങളും അതോടൊപ്പം തന്നെ കർശനമായ പരിശോധനയും അടക്കം എല്ലാം തന്നെയും ഇവിടെ നടപ്പാക്കുന്നുണ്ട്. ജീവനക്കാരെല്ലാവരും തന്നെയും ID കാർഡ് എല്ലാം തന്നെ കാണിച്ചുകൊണ്ട് അകത്തേക്ക് പ്രവേശിക്കാനായിട്ടാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഏതായാലും ആ രീതിയിലുള്ളൊരു പരിശോധനകൾ സാധാരണ സ്വാഭാവികമായി ഇതെല്ലാം നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. അത്രമേൽ പ്രമാദമായ ഒരു കേസിലേക്ക് അതിൻ്റെ നടപടികളിലേക്കെല്ലാം തന്നെ നടക്കുമ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം ഉണ്ടാകാനുള്ളൊരു സാധ്യതയും എല്ലാം തന്നെയുണ്ട്. കാരണം ഇത് വളരെ സജീവമായി മാധ്യമങ്ങൾ കഴിഞ്ഞ് കുറേ നാളുകളായിട്ട് തന്നെ പോകുന്നു. പൊതുവിൽ ഇതിൽ എന്ത് സംഭവിക്കുന്നു കോടതിയിലെന്ന സൗഹൃദം ഈ കേരളം തന്നെ മൊത്തം തന്നെ ശ്രദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് തന്നെയും വലിയ രീതിയിലേക്ക് ആളുകൾ ഇവിടേക്ക് എത്താനുള്ളൊരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്. കോടതി പരിസരമാണ്, സ്വാഭാവികമായും അതിനുള്ള നിയന്ത്രണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. പക്ഷേ ഇത് പതിവിൽ കൂടുതൽ ഒരു നിയന്ത്രണങ്ങളിലേക്ക് കേസിൻ്റെ ഒരു പ്രാധാന്യം അനുസരിച്ചുകൊണ്ട്, കേസിൻ്റെ ഒരു ഗൗരവതരമായൊരു വസ്തുത മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഒരു നിയന്ത്രണത്തിലേക്കെല്ലാം തന്നെ പോയിരിക്കുന്നത്. പൂർണ്ണമായും പോലീസിൻ്റെ ഒരു നിയന്ത്രണത്തിലാണ് കോടതി പരിസരവും എല്ലാം തന്നെ. ഏതായാലും വൈകാതെ തന്നെ മറ്റു പ്രതികളും എല്ലാം ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൽ 11 മണിക്ക് തന്നെ കോടതി നടപടികൾ ആരംഭിക്കും. സമയം മുമ്പ്
എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ജഡ്ജി, പ്രത്യേകിച്ച് ഈ പ്രത്യേക വിചാരണ കോടതി ജഡ്ജി കൂടിയ ഹണിയം വർഗീസ് അല്പസമയം മുൻപ് ഇവിടേക്ക് എത്തിച്ചേരുകയുണ്ടായി. അവർ ചേംബറിലേക്ക് പോയിരിക്കുന്നു. 2ാം നിലയിലാണ് കോടതി മുറിയുള്ളത്. അവിടേക്ക് വൈകാതെ തന്നെ മറ്റു പ്രതികളടക്കം ഇവിടേക്ക് എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മളിവിടെ വരുന്നു. പക്ഷേ ഇതിൽ അകത്തേക്ക് കയറി റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങളൊന്നും സാധിക്കില്ല. കാരണം ഇതൊരു ക്യാമറ പ്രൊസീഡിങ്സ് എന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ പോകുന്നു. അതുകൊണ്ട് ഇതിനകത്ത് നടക്കുന്നത് കാര്യങ്ങൾ പിന്നീടാണ് അതിൻ്റെ ഒരു വസ്തുതകളിലേക്കും കാര്യങ്ങളിലേക്കും എത്താനായിട്ട് കഴിയുക. അതുകൊണ്ട് കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടായിരുന്ന ഒരിടത്ത് കൂടുതൽ നിയന്ത്രണങ്ങളിലേക്കെല്ലാം തന്നെ പോവുകയാണ്. സ്വാഭാവികമായും നമുക്കറിയാം ഈ കേസിൻ്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ തന്നെ പലപ്പോഴും തന്നെയും ഈ അതിജീവിതയ്ക്ക് പല രീതിയിൽ തൻ്റെ കേസിൻ്റെ മെറിറ്റിന് വേണ്ടി പൊരുതേണ്ട അവസ്ഥയുണ്ടായിട്ടുണ്ട്. രഞ്ജിത്ത്, നമുക്ക് അത് ഓർത്തെടുക്കുമ്പോൾ ഇതിൻ്റെ തെളിവുകളുടെ ഈ ഹാഷ് വാല്യൂ മാറിയ കാര്യങ്ങളുണ്ട്. അത് കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന ഒരു തെളിവിൻ്റെ അതിൻ്റെ ഒരു മെമ്മറി കാർഡിൻ്റെ ഹാഷ് വാല്യൂ ആണ് മാറിയതെന്ന് പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. അങ്ങനെ അത്രമേൽ ഇടപെടലുകൾ അടക്കം നടക്കുന്നു എന്നതെല്ലാം തന്നെ കോടതിയിലടക്കം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിജീവിതയ്ക്ക് പോകേണ്ടി വന്ന് തന്നെ സംബന്ധിക്കുന്ന തെളിവുകളുടെ സ്വകാര്യത കാത്തുസൂക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പോകേണ്ടി വരുന്നത് എത്ര കണ്ട് ഇടപെടൽ നടത്തിയിട്ടായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ രീതിയിലുള്ള പരാതിയിലേക്ക് എല്ലാം തന്നെ നീങ്ങുകയും ചെയ്തു. കോടതി തന്നെ നിർദ്ദേശം നൽകുന്നു ഇത് സംബന്ധിയായ കാര്യങ്ങളിൽ അന്വേഷണം നടത്തണമെന്ന്. പിന്നീട് ഹൈക്കോടതി അടക്കമുള്ള നിർദ്ദേശം നൽകുന്ന ഘട്ടത്തിലേക്ക് പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന, കോടതിയുടെ കസ്റ്റഡിയിലിരിക്കുന്ന കാര്യങ്ങളുടെ തെളിവുകൾ പോലും അതിൻ്റെ ഒരു മെമ്മറി കാർഡ് പോലും ടാമ്പർ ചെയ്തെന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കെല്ലാം തന്നെ തീർച്ചയായും മുഖ്യമന്ത്രിക്ക് ദിലീപ് ഈ 2017 അയച്ച ഒരു സന്ദേശമൊക്കെ പുറത്തു വന്നത് കഴിഞ്ഞ ദിവസമാണ്. താൻ വലിയ ടെൻഷനിലാണ്, താൻ വലിയ സമ്മർദ്ദത്തിലാണ് എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിക്ക് ഒപ്പം പോലീസ് മേധാവികൾക്കൊക്കെ അയച്ച ഒരു സന്ദേശമൊക്കെ പ്രോസിക്യൂഷൻ ഇതുമായി ബന്ധപ്പെട്ട് ഈ വിചാരണാ വേളയിൽ കോടതിയിൽ ഹാജരാക്കിയിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് തനിക്കെതിരെ പൾസർ സുനി വലിയ ഗൂഢാലോചന നടത്തുന്നുണ്ടെന്ന് കാണിച്ച് അന്നത്തെ പോലീസ് മേധാവി ലോക്നാഥ് ബെഹ്റയ്ക്ക് നൽകിയ കത്ത്, ഈ കത്തിൻ്റെ പകർപ്പ്, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണം, തുടർന്ന് പൾസർ സുനിയെ ചോദ്യം ചെയ്യുമ്പോൾ സുനി ചില കാര്യങ്ങൾ തുറന്നു പറയുന്നത്, സുനിയുടെ അമ്മയുടെ പ്രധാനപ്പെട്ട നിർണായകമായ ചില മൊഴികൾ, കോടതിക്ക് പുറത്തു വന്നതിന് ശേഷം കേസിൽ ജാമ്യം ലഭിച്ചതിന് ശേഷം സുനി നടത്തിയ ചില നീക്കങ്ങളൊക്കെ വലിയ തോതിൽ ദിലീപും പൾസർ സുനിയുമായുള്ള ബന്ധമൊക്കെ പ്രധാനമായി പറയുകയുണ്ടായി. ഏതായാലും ടോം കുര്യാക്കോസ് കൂടി തുടരുന്നുണ്ട്. ടോം, ഈ പ്രോസിക്യൂഷൻ്റെ ഭാഗമായി അഭിഭാഷകർ സാഹചര്യ തെളിവുകളെയാണ് നമുക്കറിയാം കൂടുതലായും പ്രതീക്ഷ അർപ്പിക്കുന്നത്. കാരണം മറ്റ് തെളിവുകൾക്ക് ഒരുപാട് അപര്യാപ്തതകളുള്ള ഒരു കേസാണ്. ഇന്നലെ TB മിനി അതിജീവിതയുടെ അഭിഭാഷക സംസാരിച്ചപ്പോഴും ഈ സാഹചര്യ തെളിവുകളുമായി ബന്ധപ്പെട്ട ഒരു പ്രാധാന്യം, അത് ഈ കേസിൽ സ്വാധീനം, അത് ഇതിൻ്റെ വിധിന്യായത്തിൽ കോടതിയെ ഏത് തരത്തിൽ കോടതിയെ ബോധ്യപ്പെടുത്താൻ സാധിച്ചു എന്ന കാര്യത്തിലൊക്കെ അവർ കുറച്ച് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോഴും എന്താണ് കോടതി തീരുമാനിക്കുക എന്നുള്ളത് നിർണായകമാണ്. തെളിവുകൾ സാക്ഷിമൊഴികളുടെ കൂറുമാറ്റത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് എങ്കിൽ പോലും ഇപ്പോഴത്തെ തെളിവുകളുടെ ഒരു ബലം, അത് ഈ കേസിൽ 10 പ്രതികൾക്കും ശിക്ഷ ലഭിക്കാൻ പര്യാപ്തമാണെന്ന ആത്മവിശ്വാസത്തിൽ തന്നെ അല്ലേ പ്രോസിക്യൂഷനുള്ളത്? തീർച്ചയായും രഞ്ജിത്ത്, കാരണം ഈ കേസിലെ 10 പ്രതികൾ, അതിൽ 6 പ്രതികളും കുറ്റകൃത്യത്തിൽ നേരിട്ട് പങ്കെടുത്തവരാണ്. അതായത് നമുക്കറിയാം ഈ 2017 ഫെബ്രുവരി 17 അന്ന് രാത്രിയിലുണ്ടായ സംഭവങ്ങൾ. ഈ തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തെ സിനിമാ ലൊക്കേഷനിലേക്ക് വരുന്ന വഴിയാണ് നടി ആക്രമിക്കപ്പെടുന്നത്. അന്ന് ആ വാഹനത്തിലൂടെ നടിയുടെ വാഹനം, ഈ അതിജീവിതയുടെ വാഹനം ഓടിച്ചിരുന്നത് മാർട്ടിനായിരുന്നു. ഈ നടിയെ, അതിജീവിതയെ ബലാത്സംഗം ചെയ്തത്, കൊട്ടേഷൻ പ്രകാരം ബലാത്സംഗം ചെയ്തത് പൾസർ സുനി. ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ 6 പ്രതികളുടെയും കേസുമായി ബന്ധപ്പെട്ട പങ്ക് കൃത്യമായും തെളിയിക്കാൻ പ്രോസിക്യൂഷന് എളുപ്പമായിരിക്കും. പക്ഷെ ഗൂഢാലോചന, അതായത് ദിലീപിനെ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തുക, അത് ദിലീപ് ഈ കേസിൽ ഗൂഢാലോചനയിൽ ദിലീപിന് പങ്കുണ്ട് എന്ന് കണ്ടെത്തുക എന്നതിലാണ് പ്രധാനമായും നേരത്തെ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ സാഹചര്യ തെളിവുകൾ അടക്കം നിർണായകമാവുക. അതില് എന്തുകൊണ്ടാണ് ദിലീപ് ഈ കൊട്ടേഷൻ കൊടുത്തത്? ദിലീപിന് നടിയോടുള്ള മുൻ വൈരാഗ്യം, പ്രത്യേകിച്ചും ദിലീപിന്റെ നമുക്ക് തുടരണം. ടോമ, ഈ വാർത്തയിൽ തുടരണം. നമ്മുടെ പ്രതിനിധികളൊക്കെ ആലുവ ദിലീപിന്റെ വീട്ടിൽ നിന്ന് ദിലീപ് പുറപ്പെട്ടു കഴിഞ്ഞു, കോടതിയിലുണ്ട്. പ്രധാനപ്പെട്ട വിധി പ്രസ്താവം വരാൻ ഇനിയും ഏതാനും നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഇതിന്റെ വിശദാംശങ്ങൾ തന്നെ വരുന്ന ബുള്ളറ്റിനുകളിലും ഉണ്ടാകും വളരെ കുറഞ്ഞ സമയത്തിന് ഇടവേളയ്ക്ക് ശേഷം.